ഇവിടെ ആരുമില്ലേ? ആരുമില്ലല്ലോ. സാർ, ആരാത്? ഞാൻ ഡോക്ടറെ കാണാൻ വന്നതാ. ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ ഉണ്ടല്ലോ. ഞാനാണ് ഡോക്ടർ അംബിക. അല്ല, ഗബ്രിയൽ സാർ ഇവിടെ ഇല്ലേ? സാറ് പുറത്തു പോയിരിക്കുവാ. ഇനി എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. പകരം ഞാനാണ് ഇവിടെ പേഷ്യൻസിനെ നോക്കുന്നത്. അയ്യോ, ഞാൻ പേഷ്യന്റ് അല്ല. പേഷ്യന്റ് അല്ലേ? പിന്നെന്തിനാ വന്നത്? എനിക്കൊരു പ്രശ്നമുണ്ട് ഡോക്ടറെ. അക്കാര്യം ഗബ്രിയൽ സാറിനോട് സംസാരിക്കാൻ വന്നതാ. അതിനെന്താ? നിങ്ങളുടെ പ്രശ്നം എന്നോട് പറഞ്ഞാ മതി, ഞാൻ പരിഹരിക്കാം. അല്ല, അത് ഗബ്രിയൽ സാറ് ഗബ്രിയലിനെ പോലെ ഒരു ഡോക്ടറാ ഞാനും. വരൂ, ഇരിക്കൂ. എന്താ പേര്? മന്ദാകിനി. വയസ്സെത്രയാ? 40 തികയാൻ 2 ദിവസം കൂടി ഉണ്ട്. കണ്ടാ ഒരു കൊച്ചു പെണ്ണാണല്ലോ. എല്ലാരും പറയാറുണ്ട് 40 ആണെങ്കിലും 30 തോന്നിക്കുമെന്ന്. എന്താ മന്ദാകിനിയുടെ പ്രശ്നം? പനിയോ ചുമയുണ്ടോ? വാ നോക്കട്ടെ. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ. അയ്യോ, അതൊന്നുമില്ല. മാനസിക പ്രശ്ന. ഓ, തലയ്ക്കാണ് അസുഖമല്ലേ? അതെ, ഈ രാത്രി ആവുമ്പഴേ ഉറങ്ങാൻ പറ്റുന്നില്ല. അതിന് ഉറക്ക ഗുളിയെ 5-6 ഒരുമിച്ച് കഴിച്ചാ മതി. ഇഷ്ടംപോലെ ഉറങ്ങാം. ആരുണർത്തിയാലും ഉണരില്ല. പിന്നെന്താ പ്രശ്നം? അതെ, ഒരു കറുത്ത രൂപം. കറുത്ത രൂപോ? നിങ്ങളുടെ ഭർത്താവാണോ? അല്ല, ആ രൂപത്തെ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. വേറെ ആരും കാണുന്നില്ല. ആണോ? എന്നാ പിന്നെ ജാരനായിരിക്കും. ജാരനോ? നിങ്ങൾക്കൊരു ജാരനില്ലേ? ഈ ഡോക്ടർ എന്തൊക്കെയാ പറയണത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിലേ നിങ്ങളുടെ തലയ്ക്ക് സാരമായ കുഴപ്പമുണ്ട്. ഷോക്ക് അടിപ്പിക്കേണ്ടി വരും. ഷോക്ക് അടിപ്പിക്കാനോ? മാറി ഇങ്ങോട്ട്. ഷോക്ക് അടിപ്പിക്കാനാണോ? മാറി ഇങ്ങോട്ട്. ഷോക്ക് അടിപ്പിച്ചിട്ട് നിന്നെ ഇവിടുന്ന് വിടത്തുള്ളൂ. മാറി ഇങ്ങോട്ട്. വിടത്തില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. ആ സ്ത്രീ വല്ല കുഴപ്പമോ? എന്താ ഇത്? ഷോക്ക് അടിപ്പിക്കണം. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. മിണ്ടാതിരിക്കേ. സാർ അറിഞ്ഞോണ്ടല്ലോ നിങ്ങളുടെ തലയ്ക്ക് ഷോക്ക് അടിപ്പിക്കും. ഇതൊക്കെ എന്തിനെടുത്ത്? ഇതൊക്കെ കണ്ണടിക്കുന്നുണ്ട്. അകത്ത് പോ. അവരിപ്പോ ഡോക്ടറല്ലേ? അവര് പേഷ്യന്റാ. നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങളാരാ? ഞാൻ റോസ്മേരി ഹോസ്റ്റലിലെ കുക്കാ, മന്ദാകിനി. സാറിനെ കാണാൻ വന്നതാ. അപ്പോഴാ സ്ത്രീ അവര് വട്ടുകേസാന്ന് ഞാൻ അറിഞ്ഞില്ല. സാർ ഉടനെ വരില്ല, വരാൻ രാത്രിയാവും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിളിച്ചാ മതി. ഇവിടെ നിൽക്കണ്ട, പൊക്കോളൂ. പോ. രക്ഷപ്പെട്ടു. ഈ വീട്ടില് ഗബ്രിയൽ സാറിനെ രോഗികളെ കിടത്തി ചികിത്സയുണ്ടോ? സാറില്ലാത്ത സമയത്ത് വരണ്ടായിരുന്നു. മന്ദാകിനി എന്തിനാണ് ഈ ഗബ്രിയൽ ഡോക്ടറുടെ വീട്ടിൽ വന്നത്? മാനസിക പ്രശ്നമുള്ളവരാണല്ലോ ഡോക്ടറെ കാണാൻ വരാറുള്ളത്. ഇവൾ എന്തിനു വന്നത്?
എവിടെയും കാണുന്നില്ലല്ലോ. ആരോട് ചോദിക്കാൻ? ഇവിടെ എവിടെയെങ്കിലും വല്ല പാഴ്വസ്തുക്കളുണ്ടോന്ന് നോക്കാം. ഡോ, അവിടെ നിക്കണോ? താനെന്തിനാ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നേ? താൻ കള്ളനാണോ? അയ്യോ, ഞാൻ കള്ളനൊന്നുമല്ല. പിന്നെ ഓ, അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. കാര്യോ? എന്ത് കാര്യം? ഇപ്പൊ ഇവിടുന്ന് ഒരു സ്ത്രീ ഇറങ്ങിപ്പോയില്ലേ, മന്ദാകിനി. മന്ദാകിനി താൻ അവരുടെ ആരാ? ആരും അല്ല, അവരുടെ ഒരു പരിചയക്കാരനാ. അല്ല, അവരെന്തിനാ ഇവിടെ ഡോക്ടറെ കാണാൻ വന്നത്? അതോ അവരെന്തെങ്കിലും പണി അന്വേഷിച്ചു വന്നതാണോ? അവര് പണിക്കൊന്നും വന്നതല്ല. അവർക്കേ തലയ്ക്ക് നല്ല സുഖമില്ല. തലയ്ക്ക് സുഖമില്ലേ? ഇത്രയും കാലം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാലേ ഇപ്പഴാ അവർക്ക് തലയ്ക്ക് കുഴപ്പമുണ്ടായത്. സംസാരിച്ചു തുടങ്ങിയപ്പോഴാ മനസ്സിലായത് വട്ട് കേസാണെന്ന്. മരുന്ന് കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. കുറച്ച് സൂക്ഷിക്കണം, പെട്ടെന്ന് സ്വഭാവം മാറും. ഷോക്ക് അടിപ്പിക്കേണ്ട കേസാ. ആണോ? ആണ്. അവളുടെ ഭർത്താവിന്റെ ഗതി അതോ ഗതിയാ. ഏത് സമയത്തും ഭർത്താവിന് അടി കിട്ടും. മന്ദുന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? ഉണ്ട്. താനെന്തിനാണോ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത്? അല്ല, അത് ഞാന് ആക്രി എന്നോട് ചോദിക്കാതെ പാത്തും പതുങ്ങി ഇവിടെ ആക്രി എടുക്കാൻ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാലും ഇവിടെ ആരെയും കാണാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇപ്പൊ തനിക്ക് തരാൻ പഴയ സാധനങ്ങളൊന്നും ഇല്ല. തനിക്ക് പോകാം. പോയേ. ശരി. എന്താണോ? അല്ല, ഞാൻ പോയിട്ട് വരാന്ന് പറയാ. പോ. ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങണ്ട, അകത്തോട്ട് പോ. മന്ദാകിനിയെ പറ്റി അവര് പറഞ്ഞത് ശരിയായിരിക്കും. ശരിയാണെങ്കിൽ എന്റെ ജീവിതം തകർന്നല്ലോ കർത്താവേ. തിരക്കിട്ട് ഓടി വന്നത് വെറുതെ. ആ ഗബ്രിയൽ സാറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്നാ മതിയായിരുന്നു. ഇങ്ങനെയുള്ള വട്ടുകേസുകൾ എവിടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? തക്ക സമയത്ത് അയാള് വന്നില്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ എന്നെ ഷോക്കടിപ്പിച്ച് അവളെ പോലെ മെന്റലാക്കിയാനെ. ഓ എന്റെ ഈശോയെ. മന്ദു, ഇവളെന്ത് ഇങ്ങനെ? എന്റെ വെഡിങ് ആനിവേഴ്സറി പാടായി പോയോ?